ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ നെൽ കർഷകർ കൃഷി ചെയ്യാൻ കഴിയാതെ ദുരിതത്തിലാണ്. മഴ സമ്മാനിച്ച ദുരിതം താൽക്കാലികമായി ഒഴിഞ്ഞുവെങ്കിലും ആലപ്പുഴയിലെ നെൽ കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല. വിത്തുകളുടെ ലഭ്യതക്കുറവും നെല്ലിന്റെ പണം ലഭിക്കുന്നതിലുണ്ടായ കാലതാമസവും മൂലം 80% കർഷകരും രണ്ടാം കൃഷി ആരംഭിച്ചിട്ടില്ല. വാർത്ത നോക്കാം. പാടത്ത് പൊന്നു വിളയിക്കുന്ന കർഷകരുടെ ദുരിത ജീവിതം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. കാലാവസ്ഥാ വ്യതിയാനവും മാറി മാറി വരുന്ന സർക്കാരുകളുടെ നയസമീപനങ്ങളും കർഷകരെ കണ്ണീരിലാഴ്ത്താറുണ്ട്. എന്നാൽ ഈ വർഷം സ്ഥിതി കൂടുതൽ മോശമാവുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെടുക്കാൻ വന്ന കാലതാമസവും മില്ലുകാർ ഈടാക്കിയ അമിത കിഴിവിനും പുറമെ നെല്ലിന്റെ പണം ലഭിക്കുന്നത് വൈകിയതും മൂലം പലരും കൃഷി തന്നെ ഉപേക്ഷിച്ചു. കുട്ടനാട്ടിൽ മാത്രം 80% കർഷകരാണ് രണ്ടാം കൃഷി ആരംഭിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത്. നെൽകൃഷി വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് ഒന്ന് പുഞ്ചകൃഷിയുടെ സമയത്ത് വരുന്ന ഓരുവെള്ളം, രണ്ടാമത്തേത് ഈ വെള്ളപ്പൊക്ക സമയമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അമ്പലപ്പുഴയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പീലിംഗ് ഷെഡുകൾ, അതുപോലെ തന്നെ മത്സ്യ സംസ്കരണശാലകൾ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി, അറവുശാലകൾ, പിന്നെ ഗാർഹിക മാലിന്യങ്ങൾ എല്ലാം തന്നെ ഈ അമ്പലപ്പുഴയിലെ പാടശേഖരങ്ങളുടെ ഇടയ്ക്ക് കൂടി ആ പൂക്കൈതി ആറിലേക്ക് സംഗമിക്കുന്ന എല്ലാ തോടുകളിലും എത്തിച്ചേർന്നുകൊണ്ട് വളരെ കറുത്ത നിറത്തിലുള്ള വളരെ മാലിന്യങ്ങൾ നിറഞ്ഞ ജൈവമാലിന്യങ്ങൾ, അത് അമോണിയ ആണെങ്കിലും ഫോർമാൽഡിഹൈഡ്സ് ആണെങ്കിലും അതുപോലെ രാസമാലിന്യങ്ങളും നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കോളിഫോം ബാക്ടീരിയ അടക്കമുള്ള ഒരുപാട് ധാരാളം ബാക്ടീരിയയൊക്കെ ഉള്ള വളരെ മാലിന്യപൂരിതമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത് കർഷക തൊഴിലാളികൾക്കും കർഷകർക്കും ത്വക്ക് രോഗങ്ങളും അതുപോലെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഈ നെല്ലിൻ്റെ വിളവ് ആകുമ്പോഴുള്ള ഉൽപ്പാദനക്ഷമത അതല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരത്തിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ അത് ക്രമാനുഗതമായിട്ട് ഇതിൻ്റെ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും ഈ പ്രദേശത്തെ നെല്ലിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ 20 കിലോ കിഴിവ്, അതായത് ഉൽപ്പാദിപ്പിച്ച നെല്ലിൻ്റെ 20% മില്ല് ഏജൻറ്റുമാർക്ക് കിഴിവ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ് പോളിസീസ് മാറി മാറി വരുന്നത് കർഷക സൗഹൃദമായിട്ടല്ല. വലിയ സാമ്പത്തിക ബാധ്യതകളെ മറികടന്ന് കൃഷി ആരംഭിക്കുവാൻ തയ്യാറെടുത്ത കർഷകർക്കാകട്ടെ ഇനിയും വിത്ത് ലഭിച്ചിട്ടില്ല. വെള്ളത്തിൽ രാസമാലിന്യങ്ങളുടെ അളവ് കൂടിയതോടെ കൃഷിക്ക് അനുയോജ്യമായ വെള്ളവും കിട്ടാതായി. ഇതുമൂലം പല പാടങ്ങളും പോള നിറഞ്ഞ നിലയിലാണ്. തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഇത്തവണ ഉപ്പുവെള്ളത്തിന്റെ അളവ് കൂടിയതും വിളവിനെ കാര്യമായി ബാധിച്ചിരുന്നു. കാർഷിക കലണ്ടർ നോക്കി കൃഷിക്ക് അനുകൂലമാകും വിധം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഉൾപ്പെടെ വന്ന വീഴ്ചയും നെൽ കാർഷിക മേഖലയിലെ ആഘാതം ഇരട്ടിപ്പിച്ചു. മേഖലയെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രഹരമേൽപ്പിച്ചതോടെ ജീവിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാതെ നെട്ടോട്ടമോടുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. കൃഷി ചെയ്യാൻ എങ്ങനെയാണെന്ന് പറ കുഞ്ഞെ. ഇതല്ലേ കളി. പോട്ടെ, കിട്ടുന്ന നെല്ലിന് കൊടുത്ത് ഒരു മാസമോ അല്ലെ അരമാസമോ കഴിഞ്ഞ് ഈ കാശ് കിട്ടുകയാണെങ്കിൽ ഇത് നമ്മൾ കഷ്ടപ്പെടുന്ന കൂടി വല്ലവനും പലിശ മേടിച്ചുകൊണ്ട് പോകും. വീണ്ടും നമ്മൾ കടവാ. കിട്ടുന്ന അവർക്ക് കൊടുക്കാൻ നിരമ്പുന്നില്ല ഈ കടക്കാരന്. കാരണം പലിശ കൊടുക്കാൻ നിരമ്പുന്നില്ല. അപ്പോൾ ആ കണക്കിന് കൃഷി ചെയ്യുന്ന എന്തിനാ? അതിലിപ്പോൾ ചുമ്മാ വല്ലയിടത്തും കൈ നീട്ട് നടക്കാം. അല്ലേ, അതേ ഉള്ളൂ പരിപാടി. കാശ് കിട്ടണ്ടേ? നെല്ല് സാധാരണ നെല്ലെടുത്താൽ ഒരു മാസത്തിനകം പൈസ കിട്ടും. ഇതിപ്പോൾ എത്ര മാസമായി? ഇതെല്ലാം സഹിച്ച് വിളവിറക്കിയാൽ പോലും അതെടുത്തോണ്ട് പോകത്തില്ല, സമയത്ത് എടുത്തോണ്ട് പോകത്തില്ല. അത് ഇവിടെ ഇട്ട് നരയിക്കും. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പാടത്ത് നീ നെല്ലെങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയില്ല. ഗോഡൗൺ സൗകര്യങ്ങളും ഇല്ല. പാടശേഖരത്തിന് ഗോഡൗൺ സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് ഇവിടെ കിടന്ന് മഴയും നനയും. ഉണപ്പോൾ എന്ത് ചെയ്യും? ആരെങ്കിലും വരുന്ന മില്ലുടമകളാണ് തീരുമാനിക്കുന്നത്. നെല്ലിൻ്റെ ഗുണനിലവാരം തീരുമാനിക്കുന്നത് സപ്ലിക്കോ അല്ല, മില്ലുടമകൾ സപ്ലിക്കോയുടെ ആൾക്കാരുമായിട്ട് വന്നിട്ട് 20 കിലോ 25 കിലോയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ 28 രൂപ 20 പൈസ ഉള്ളത് അതുപോലും കിട്ടാതെ വരും. കാരണം 100 കിലോ 120 കിലോ നെല്ല് കൊടുത്താൽ 100 കിലോയുടെ കാശേ തരത്തുള്ളൂ. അത് തന്നെ കടവ. ഈ രീതി ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള കർഷകരെന്ന് മാത്രമല്ല ഈ മേഖലയിൽ പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഈ മേഖലയിൽ നിന്ന് പിന്മാറും. അപ്പോൾ ഇവിടെ വലിയതായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം കർഷക തൊഴിലാളികളുടെ പ്രശ്നമാണ്. വർഷങ്ങളായിട്ട് 10, 40, 50 വർഷമായിട്ട് ഈ മേഖലയിൽ സ്ഥിര വരുമാനം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള വരുമാനം കിട്ടി കുടുംബം പുലർത്തിക്കൊണ്ടുവന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കൃഷിക്കാർ കിടന്ന് വലയുവാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ കൃഷി ഇറക്കുന്നുള്ളൂ.
വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ് നാല് നൽകും. അജയ്, കർഷകരുടെ പ്രശ്നങ്ങൾ കാലാകാലങ്ങളായി ഉയർന്നു വരുന്നതാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? ശരി, തീർച്ചയായും നമ്മൾ ഈ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി നമ്മൾ വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. ഈ നെൽകർഷകരുടെ പലവിധ വിഷയങ്ങൾ സംബന്ധിച്ച് നമ്മൾ വാർത്തകളെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. പക്ഷേ അതിലെല്ലാം സങ്കീർണമാണ് ഇപ്പോൾ നിലവിൽ ഇവരുടെ അവസ്ഥ എന്നുള്ളതാണ്. അതായത് കൃഷി ഉപേക്ഷിക്കേണ്ട നിലയിലേക്ക് കർഷകരാകെ തന്നെ മാറുന്നു എന്നുള്ളതാണ് ആലപ്പുഴ കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 80% കർഷകർ ഈ രണ്ടാം കൃഷി പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പല പാടങ്ങളും ഇത്തരത്തിലേക്ക് വെള്ളം കയറി പോള നിറഞ്ഞ നിലയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതായത് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന നെൽകർഷകർ ഇപ്പോൾ രണ്ടാം കൃഷി ആരംഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പലവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഇതിന് ഭാഗമായി ഇവർ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉപ്പുവെള്ളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് നെല്ല് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, നെല്ല് വാങ്ങിക്കഴിഞ്ഞാൽ സപ്ലൈകോ കൃത്യമായിട്ടുള്ള പണം നൽകാത്ത വിഷയമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ കടബാധ്യതയിലേക്ക് ഉൾപ്പെടെ ഇവർ പോകുന്നു. അതുകൊണ്ട് തന്നെ കൃഷി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ ഈ കടം വാങ്ങിയുമെല്ലാം കൃഷി നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ കിട്ടുന്ന വിളവിന്, ആ നെല്ലിന് വേണ്ട മതിയായ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വില നൽകുവാനുള്ളൊരു ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായി നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ശരി, വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും അജയ്നാഥ് നൽകിയത്.